നമസ്കാരം, മാക്സ് മീഡിയയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞാനൊന്ന് പറയട്ടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പിറകിലുള്ളത് യഥാർത്ഥത്തിൽ നമുക്കറിയാം കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ്. കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു കലാകാഴ്ചയാണ് മംഗലം കളി എന്ന് പറയുന്നത്. മംഗലം കളിയിലെ ടീമംഗങ്ങളല്ലേ എല്ലാവരും? യെസ്. ഏതാ സ്കൂൾ ഏതാണ്? പറ. ഒരാൾ പറ. നെടുമങ്ങാടിലെ. അപ്പൊ മംഗലം കളി എന്താണെന്നുള്ള കൃത്യമായിട്ട് അറിയാവോ? എന്താണ് മംഗലം കളി? പെട്ടെന്ന് പറ. കറക്റ്റ് പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് പിന്നെ സമുദായക്കാർ കല്യാണ വേദികളിൽ ആവിഷ്കരിക്കുന്ന ഒരു കലാരൂപം. 150 പോയിന്റ്. പിന്നെ അടുത്ത പിന്നെന്താണ്? എനിക്കറിഞ്ഞു. പ്ലാവിന്റെ അടിവേര് കൊണ്ടുണ്ടാക്കിയ എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. യെസ്. പേര് പറ. വൈഷ്ണവി. ഓക്കെ. എവിടെയാ സ്ഥലം? എവിടെയാണ് നമ്മളുടെ? കളത്തറ, അരുവിക്കര, മേഘാസിക്ക്, നെടുമങ്ങാട്. ഇനീഷടക്കം പറഞ്ഞു. റെഡി? അർച്ചന നെടുമങ്ങാട്. ഓക്കെ. പറ. നൗമി DS നെടുമങ്ങാട്. ഓക്കെ. ശ്രേയ ചുള്ളാളം. ഓക്കെ. സാന്ദ്ര സനൽകുമാർ. അനാമിക നെടുമങ്ങാട്. ഓക്കെ. കീർത്തന കലേഷ് നെടുമങ്ങാട്. വെരി ഗുഡ്. ദിയാനന്ദന നെടുമങ്ങാട്. Okay. ഇഷ്ടമായ പനയം. ഓക്കെ. യാമിനി വീണ. ഓക്കെ. ഇതിലാരാ പാട്ട് പാടുന്നേ? ഒരു ഉഗ്രം പാട്ട് പാടുന്നേ? അത് കുഴപ്പമില്ല സാന്ദ്ര, എല്ലാരും ഏറ്റു പിടിച്ചാൽ മതി. എല്ലാരും ഏറ്റു പിടിക്കും. റെഡി? ഓക്കെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. അങ്ങ് വാരക്കോടില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളി കലയ്ക്കുള്ളില് ചോര കണ്ണുകൾ, ഇങ്ങു നീലതുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളി കലയ്ക്കുള്ളില് ആമ കുഞ്ഞലോ, ആമ കുറുമ്പനന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങു പതുങ്ങിയല്ലോ. അടിപൊളി. സൂപ്പർ സൂപ്പർ. നിങ്ങൾ എന്നെ പറയും, നിങ്ങൾ എന്നെ കൈയെടുക്കുക. അതാണ് ഞങ്ങളല്ലേ? ഓക്കെ. മത്സരം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? കുറെ ടീം ഉണ്ടായിരുന്നു മത്സരം. അടിപൊളിയല്ലേ? അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് എന്നെ ഉറപ്പിച്ച്. ഇതാരെ പഠിപ്പിച്ചെന്നാരാണ്? ഇങ്ങനെ പറഞ്ഞാൽ എനിക്കൊന്നും കേൾക്കുന്നില്ല. കലേ സാറും പാർവ ടീച്ചറും കൂടിയാണ് നിങ്ങൾ ഇത് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ ശരി, ആരാണ്? അനു ടീച്ചർ കൂടിയുണ്ട്. യെസ്. എല്ലാ ടീച്ചേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. ഓക്കെ. വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് വാങ്ങിച്ചു തരുന്ന പറഞ്ഞിരിക്കുന്നത്? ശരി, അടിപൊളി. അപ്പൊ ഞാൻ ചെറിയൊരു ഫണ്ണി ചോദ്യം ചോദിക്കാം. ഒരു കുസൃതി ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ മാക്സ് മീഡിയ നൽകുന്ന ഒരു ഗംഭീര സമ്മാനം ഞാൻ തരാം. റെഡി? ആലോചിച്ച് പറഞ്ഞു. ഇത് മലയാളത്തിലെ ഒരു വാക്ക്. മലയാളത്തിലെ വാക്കാണ്. കുസൃതിയാണ്. ആ രീതിയിൽ എടുത്താൽ മതി. ആദ്യത്തെ അക്ഷരം ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ. രണ്ടാമത്തെ അക്ഷരം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ അക്ഷരം ഹിന്ദിയിൽ പറയാം. എങ്കിൽ ഏതാണ് മലയാളത്തിലെ വാക്ക്? ഗോതമ്പ്. ഗോതമ്പ്. ഇത് മലയാളത്തിലൊരു വാക്ക്. ഓക്കെ. ആദ്യത്തെ അക്ഷരം ഇംഗ്ലീഷിലും പറയാം. രണ്ടാമത്തെ അക്ഷരം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ. മൂന്നാമത്തത് ഹിന്ദിയിലും പറയാം. ഇത് മൂന്നും ചേർന്നാൽ മലയാളത്തിലും പറയാം. മലയാളത്തിലൊരു വാക്ക്. അത് അവിടെ വെച്ചേ. ചാവി എവിടെയുണ്ട്? അവിടെ വെച്ചേക്ക്. മലയാളത്തിലൊരു വാക്ക്. ആദ്യത്തെ അക്ഷരം നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ. രണ്ടാമത്തെ അക്ഷരം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ. മൂന്നാമത്തെ അക്ഷരം ഹിന്ദിയിലും പറയാം. മൂന്നും ചേർന്ന മലയാളത്തിലും പറയാം. ഒരു ക്ലൂ പറയട്ടാ. ഇതെല്ലാ ആൾക്കാരും, മിക്കവാറും ആൾക്കാർ ഇത് കഴിക്കാറുണ്ട്. ഒരു ക്ലൂ കൂടെ ഞാൻ പറയട്ടാ. ആ വാക്കിന്റെ മറ്റൊരു വാക്ക് ഇപ്പോ ഇവിടെ എവിടെയോ ഉണ്ട്. ആ വാക്കിന്റെ, ആ മലയാള വാക്കിന്റെ മറ്റൊരു വാക്ക് ഇവിടെ എവിടെയോ ഉണ്ട്. ചക്കയോ? ചക്ക. ഒരു ക്ലൂ പറയട്ടാ. ചില ആൾക്കാർ ഇത് കഴിക്കാറില്ല. ഇതിനോട് എതിര് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇത് കഴിക്കാറുണ്ട്. അല്ല, സിമ്പിൾ. കഴിക്കാറുണ്ടെന്ന് പറഞ്ഞാ തിന്നാൻ പറ്റാത്തൊരു സാധനം. തിന്നാൻ പറ്റൂല. അല്ല, ഇലയല്ല. തിന്നാൻ പറ്റാത്തത്. മലയാളത്തിലെ വാക്ക് ആദ്യത്തെ അക്ഷരം ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം. കുസൃതിയാണേ. അതായത് ഒരു ക്ലൂ കൂടെ ഞാൻ തരാം. ഇതിപ്പോ എന്റെ ആവശ്യമായി പോയല്ലോ. മലയാളത്തിലൊരു വാക്ക് ആദ്യത്തെ അക്ഷരം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരു അക്ഷരമാണ്. ഓക്കെ. രണ്ടാമത്തത് മനുഷ്യ ശരീരത്തിലെ ഒരു ഭാഗമാണ്. ഓക്കെ. മൂന്നാമത്തത് ഹിന്ദിയിലും പറയാം. മൂന്നും ചേർന്ന മലയാളത്തിലാണ്. ചില ആൾക്കാർ ഇത് കഴിക്കും, ചില ആൾക്കാർ ഇത് കഴിക്കാറില്ല. ഇതിനോട് എതിരഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ വളരെ ഇഷ്ടത്തോടു കൂടി ഇതിന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. മറ്റൊരു ക്ലൂ എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു വാക്ക് ഇവിടെ എവിടെയോ ഉണ്ട്. അല്ല, ഒരു ക്ലൂ കൂടെ തരട്ടാ. എന്നെ അങ്ങ് കൊല്ല്. അതായത് ഒരു പ്രത്യേക നമുക്കൊരു ഏജ് കാലഘട്ടം ഉണ്ടല്ലോ. ഈ ഒരു ഏജിന്റെ കാലഘട്ടം എത്തുമ്പോഴാണ് നമ്മൾ കൂടുതലായി ഇത് കഴിക്കാം. അല്ല, ഒരു ഏജിന്റെ
ഒരു ഏജിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ ഇത് കഴിക്കും. ഓട്ടോമാറ്റിക്കലി കഴിക്കല്ല, ചിലപ്പോ കുടുംബക്കാര് പറയും കഴിക്കാൻ. ഇനി എന്നെ ചോദിക്കും, ചിലപ്പോ കുടുംബക്കാര് പറയും ഇത് കഴിക്കുന്നു പറയും. അല്ല, ഇത് കഴിച്ചുകൊണ്ട് നശിച്ചു പോയ ആൾക്കാരുണ്ട്, ഇത് കഴിച്ചുകൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. അതിന്റെ ഏതാണ്ട് അർത്ഥത്തി അല്ല മദ്യം. പറ കഞ്ചാവ്. അടിയോ അഞ്ചാവോ? ന്യൂ പിള്ളേർക്ക് എന്തൊക്കെയാ പറയുന്നത്? അത് കല്യാണം എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ടില്ല. ഏതാണ്ട് അടുത്തെത്തി. അതിന്റെ വേറൊരു പേര് അല്ല, ഏതാണ്ട് ഉത്തരടുത്തെത്തി. ഏതാണ്ട് ഉത്തരടുത്തെത്തി. ഇനി വേറൊരു പേര് വിവാഹം. ഓക്കെ, മലയാളത്തിൽ ഒരു വാക്ക്. ആദ്യത്തെ അക്ഷരം ഇംഗ്ലീഷ് അക്ഷരമാലയിൽ കാണാം വി. അടുത്ത അക്ഷരം വാ, മനുഷ്യ ശരീരത്തിൽ കാണാം. അവസാനത്തെ അക്ഷരം ഹം നെഹി മാലുഹും എന്ന് പറയാറില്ലേ? മൂന്നും ചേർന്ന മലയാളത്തിൽ പറയാം. ഇത് ചില ആൾക്കാർ കഴിക്കാറുണ്ട്. എന്താ കല്യാണത്തിന് ഒരു പ്രായത്തുമ്പോ ഇത് കഴിക്കാറുള്ളൂ. ആര് തന്നെതാ? വല്ലാത്തൊരു ബുദ്ധി തന്നെ. ഇത് കഴിച്ചുകൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്, നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ചില ആൾക്കാർ കഴിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ വിവാഹം എന്നുള്ളത് റൈറ്റ് ആൻസർ. അപ്പൊ വിവാഹം എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ട് ഉത്തരം. അത് ഇവിടെ എവിടെയൊക്കെ ഉണ്ട്. വിവാഹം, മംഗലം, ഏതാണ്ടൊക്കെ കണക്റ്റഡ് ആണ്. ശരിയാണ്. അപ്പൊ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം വിവാഹം എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മാക്സ് മീഡിയ നൽകുന്ന മനോഹരമായിട്ട് അപ്പൊ സന്തോഷം. താങ്ക് യു സോ മച്ച്. പക്ഷെ അടിപൊളിയായിട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഒന്ന് മാക്സ് മീഡിയ എന്ന് പറഞ്ഞേ.